പേടിച്ചു പോയല്ലോ. എന്തിനാ ഇതൊക്കെ? സ്റ്റാറ്റസ് ഉണ്ടല്ലോ ചേട്ടന് പ്രൊമോഷൻ കിട്ടിയത്. എടാ ഇത് അറിഞ്ഞത് തൊട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാ. ഹലോ. താങ്ക് യു. താങ്ക് യു മാത്രം പോരാ, ഉടനെ നീ ട്രീറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിലേ നീ ഉഴപ്പും. എന്റെ പൊന്നെ, നാളെ തന്നെ ഞാൻ പാർട്ടി സെറ്റ് ചെയ്ത് തരാം. പോരെ? ശരി. ശരി എന്നാ, ബൈ. അതെ, പാർട്ടിക്ക് ഞാനും മോളും കൂടെ വരട്ടെ. ഇത് ഞങ്ങൾ കുറച്ച് പേര് മാത്രമുള്ള പാർട്ടിയാണ്. മോക്കുള്ള ഡേറ്റ് അല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. കഴിക്കാൻ എടുക്കട്ടെ? ഓ, ഞാൻ കഴിച്ചു. നീ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്ക്. അയ്യോ, നിക്ക്, ഇന്നിത് ഇട്ടാ മതി. നീ ഇപ്പോൾ ഓൾറെഡി റിട്ടൊക്കെ ഇല്ലേ? അല്ല, ഇന്ന് മാനേജറായിട്ട് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ, ഇതിട്ട് അടിപൊളിയായിരിക്കും. ഇത് പിന്നെ ഒരു സെറ്റാ പോരെ? ആ, ഒന്നും പറഞ്ഞാൽ പറ്റൂല, നോക്കിക്കേ. എങ്ങനെയുണ്ട്? സൂപ്പർ. പിന്നെ ഇത് ഓണത്തിന് മുണ്ടിൻ്റെ കൂടെ ഇട്ടാൽ മതി. ആര്യേ, ഞാൻ ലേറ്റ് ആയ ഓൾറെഡി. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അടിപൊളിയായിരിക്കുമെന്ന്. നല്ലതായിട്ടുണ്ട്. ശരി. മര്യാദക്ക് പണിയെടുക്കാൻ പറ്റില്ല, കളഞ്ഞിട്ട് പോടാ. ഓക്കെ സർ. അല്ലേ, ഈ ഓണത്തിൽ എന്ത് പരിപാടി? എനിക്ക് ഇപ്പം തന്നെ ചോദിക്കണല്ലേ, നീ പറഞ്ഞു. അതെ അതെ, പറ ഓണത്തിന് എന്താ പരിപാടി? നീ പ്ലാൻ ചെയ്യും. നമുക്ക് ഒരു ഹൗസ് ബോട്ടൊക്കെ എടുത്ത് 2 ദിവസം ചില്ലായാലോ? ഞാൻ റെഡി. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടാണോ വരുന്നത്? മനുഷ്യന് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് 2 ദിവസം മാറിയേക്കാൻ വിചാരിച്ചു. അപ്പോൾ അവൻ്റെ ഫാമിലി ഡെസ്പ് ആവാതെ ബ്രോ. അല്ലെ എന്ത് പറ്റി? പണ്ടൊക്കെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പ്രേമമായിരുന്നല്ലോ. എടേ, സംഭവമൊക്കെ ശരിയാണ്. പിന്നീട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. അതെന്ത് പറ്റി? അവക്കാണെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം. ഞാനാണെങ്കിൽ വല്ലപ്പോഴും 2 പെക്കൊക്കെ അടിക്കാനുള്ള ആ ഒരു ഇതിലൊക്കെ വരാൻ നേരത്ത് ഉടനെ വരും കെയറിങ് മൈൻഡുമായിട്ട്. ശല്യം. പുള്ളിക്കാരൻ്റെ അമ്മയായിട്ട് എങ്ങനെ നന്നായിട്ട് നോക്കുന്നില്ലേ? അതെ, നോക്കാൻ എന്തോ ഇരിക്കുന്നത്. മരുന്ന് എടുത്ത് കൊടുക്കണം, 3 നേരം ആഹാരം എടുത്ത് കൊടുക്കണം. ഇതൊക്കെ വലിയ കാര്യമോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ എനിക്കൊരു വൈബില്ല. സ്വന്തമായിട്ടൊരു ഫ്രണ്ട്സ് ഇല്ല. ഏത് നേരം എന്നെ താങ്ങിക്കൊണ്ട് കിടക്കും. ചില സമയത്ത് അവളെ കെട്ടി തന്നെ അബദ്ധം ഒന്ന് ആലോചിക്കാറുണ്ട്. ഡേയ്, ചാടിക്കയറി ഒരു പെണ്ണിന് വാക്കൊന്നും കൊടുത്തു കളയല്ലേ. സമയം എടുത്ത് ആലോചിച്ച് ചെയ്താൽ മതി, കേട്ടാ? ഷുവർ. അതിന് ഇവനാര് പെണ്ണ് കൊടുക്കാൻ? ബ്രോ, സത്യം പറയാലോ രേവതി, എൻ്റെ കോൺസെപ്റ്റിലുള്ളൊരു പാർട്ട്ണറേ അല്ല ആര്യ. ആന്തുറ്റി അവള് ബേസിക്കലി ഒരു പാവല്ലേ? അവൊക്കെ തന്നെ. ആ, കഴിഞ്ഞ ആഴ്ച എന്താ നടന്നെന്ന് എനിക്കറിയോ? അമ്മ, എന്താ മോളെ? അച്ഛൻ എനിക്ക് ജ്യൂസ് തരണില്ല. ജ്യൂസോ? ചേട്ടാ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മോള് കാണാൻ ഇതൊന്നും ചെയ്യരുതെന്ന്. ഈ പുറത്തുപോയി കമ്പനി കൂടുന്ന പോരാഞ്ഞിട്ടാണോ വീട്ടിൽ വെച്ചിട്ടും? പിന്നെ അവക്ക് എന്തോ അറിയാനാ അത് വെച്ചൊരു പ്രായത്തിൽ. ഇതേ, തർക്കിക്കാൻ ഞാനില്ല. ഇനി കൊച്ചിന്റെ മുന്നിൽ വെച്ച് ഇത് ആവർത്തിക്കരുത്. ഇതാണ് അവസ്ഥ. ഞാൻ കാഴ്ചയെടുത്ത് വെച്ച് എൻ്റെ സ്വന്തം വീട്ടിൽ ഇരുന്ന് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ. എന്തിന് 2 പെഗടിക്കാൻ പോലും? നീ തന്നെ എത്തി വെച്ചല്ലേ. എന്തായിരുന്നു പണ്ട് കോളേജിൽ 2 കൂടെ പ്രേമം? എന്നിട്ടൊരു കുഞ്ഞായപ്പോ നിനക്ക് ത്രില്ല് പോയല്ലേ? അതിന് ഞാൻ അറിഞ്ഞ ഇവള് വളർന്ന് എത്ര വലിയൊരു നന്മപരമായി മാറുമെന്ന്. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ നന്മ വേണമെന്ന് ഇത് കുറച്ച് ഓവറല്ലേ അല്ലേ? നീ പറ. അതെ, ഈ മറ്റുള്ള ലൈഫിൽ കയറി അഭിപ്രായം പറഞ്ഞ പണി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഏർപ്പാടാണ്. അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ നീ തന്നെ കണ്ടുപിടിക്കും. ഹലോ,
ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നോ? ആ കണക്റ്റീവ് ഫ്ലൈറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങോട്ട് പോകണം? ഞാനൊരു ട്രിപ്പ് പോകണം. തായ്ലൻഡ്, മലേഷ്യ. തായ്ലൻഡ്? ലീവൊക്കെ കിട്ടിയ? നമ്മുടെ ജോലിക്ക് വേണം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. എൻ്റെ ഹാപ്പിനെസ് ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. സത്യം പറഞ്ഞാൽ നിന്റെ ജീവിതമാണ് ജീവിതം. അന്തസ്. ആരെയും ബോധിപ്പിക്കണ്ട. ഫ്രീ ലൈഫ്. ആ എന്നെ പോലൊരു പാർട്ട്ണറായിരുന്നു എനിക്ക് കിട്ടിയെങ്കിൽ പൊളിച്ചാലേ. മതി മതി, നീ ഒന്നുകൂടെ ഒഴി. ചേട്ടാ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് ശരിയാവില്ല കേട്ടോ. ചേട്ടാ അറ്റ്ലീസ്റ്റ് മോളെ കുറിച്ചെങ്കിലും ഓർത്തോ. ബൈ. പൂസാണല്ലേ? വല്ലതും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. ബെസ്റ്റ്. എന്തായാലും ഈ അവസ്ഥയിൽ പോണ്ട. വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. കുഴപ്പമില്ല, പോയിക്കോളെ. വാ ബൈ. എന്തു പറ്റി? ബായിക്ക് എന്താ കാര്യമായിട്ട് വിഷമമുണ്ടല്ലോ? എന്താണെങ്കിലും പറഞ്ഞോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ആഗ്രഹിച്ച ആളിനെ കിട്ടിയ താൻ ഓക്കെ ആയിരിക്കും അല്ലേ? പിന്നെ വീടെത്തി. വായിക്കുന്ന വീടൊക്കെ കറക്റ്റ് അറിയാം. ഇറങ്ങിക്കോ. താങ്ക് യു. ബായ്. അപ്പൊ മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയ താൻ ഓക്കെ ആയിരിക്കും, ഉറപ്പാണേ? ഉറപ്പ്. ഒരു തരം, 2 തരം, 3 തരം. യുണൈറ്റ്. ഭാര്യനെ രേവതിയുടെ വീട്ടിൽ തന്നെ പിന്നെയും കൊണ്ടാക്കിയത്. അയ്യോ, ഇത് പറ്റി. കുളിച്ചല്ലോ, സുന്ദരിയായിട്ടിരിക്കുന്നു. ഓ, അപ്പൊ വീണ്ടും എന്തോ സാധനം അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, വല്ല ഒടിച്ച് റോഡിലെല്ലാം കിടന്നാലേ നാട്ടുകാരുണ്ട് എനിക്ക് നാണക്കേട്. നമ്മൾ ഒരുമിച്ചല്ലേ ഇന്ന്. ഇയാൾക്ക് എന്തടോ? വിറ്റ് വിറ്റ് വിറ്റ്. Ready? ഒരു മിനിറ്റ്. പകല കാറാ വീട്. ബായ്. അപ്പൊ മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയ താൻ ഓക്കെ ആയിരിക്കും, ഉറപ്പാണേ? ഉറപ്പ്. ബൈ. ഡോ, ഇത് എന്തോന്ന് അടിച്ചോണ്ട് നിക്കണേ? രേവതി,
നമ്മുടെ മോളെവിടെ? മോളാ? ഓ, അപ്പൊ അതിനായിരുന്നു ഈ ഇളക്കം മൊത്തം കാണിച്ചോണ്ടിരുന്നല്ലേ? നമുക്ക് കുട്ടികളൊന്നും വേണമെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞുള്ളതല്ലേ? അതെന്ത്? എന്തെന്നാ? ഞാൻ പ്രസവിക്കണോ വേണ്ടെന്നുള്ളത് എന്റെ ഡിസിഷൻ. എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും തല വെക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ കെട്ടിയത്? അങ്ങനെയാണോ കെട്ടിയത്? അപ്പൊ അമ്മ? അമ്മേ? എന്റെ അമ്മ? തന്റെ അമ്മ തന്റെ തറവാട്ടിലും. ഒറ്റയ്ക്കാ? കൊച്ചു കുട്ടിയെന്നല്ലല്ലോ. ഇവിടെ താമസിച്ചൂടായിരുന്നോ? ഇത് എന്റെ വീട്, എന്റെ സ്പേസ്, എന്റെ പ്രൈവസി. അവിടെ തന്റെ അമ്മ ശരിയാതൊന്നുമില്ല. ഭാര്യ? ആര്? ഭാര്യ രേവതി അല്ല, തന്റെ കുഞ്ഞമ്മ. പോടാ. ഇത് ഞാൻ, ഇതാര്യ, ഇതെന്റെ അമ്മ, ഇതെന്റെ മോള്. അമ്മയും മോളും ഇവിടെ പോയി. എന്താ ഇവിടെ സംഭവിച്ചേ? ആ, നേരത്തെ കഴിക്കാൻ തുടങ്ങിയ? ആ, ഒന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. അതിലെ കഴിക്കണേ. എനിക്കൊന്നും. എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയോളൂ. തനിക്കുള്ളത് താനല്ലേ ഉണ്ടാക്കേണ്ടത്. അതെന്താ ഏർപ്പാട്? ഞാൻ നിന്റെ ഭർത്താവല്ലേ? അവനവനുള്ള ഫുഡേ അവനവൻ തന്നെ ഉണ്ടാക്കണം. ഭർത്താവെന്ന് വെച്ച് ഭാര്യ ഉണ്ടാക്കി തന്നല്ലേ കഴിക്കണം നിയമമൊന്നുമില്ലല്ലോ. എന്നാലും ഹലോ, കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയത്? പിന്നെ ഇന്നെന്തൊരു പുതുമ ഉള്ള പോലെ. പിന്നെ ഞാൻ കുറച്ചു കഴിഞ്ഞ് പുറത്തു പോകും. കീ ആ ഷൂറാക്കിൽ വെച്ചിരുന്നാൽ മതി. എവിടെ പോണു? ഞാൻ ഇനി എങ്ങോട്ട് പോകണം, എന്തിനു പോകണമെന്നൊക്കെ തന്നെ ബോധിപ്പിക്കണോ? തൻ്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാൻ വരാറില്ലല്ലോ. അപ്പൊ തിരിച്ചു അങ്ങനെയൊക്കെ തന്നെ മതി. ഈ പെട്രോള് അടിച്ചടിച്ച് മനുഷ്യന്റെ പിണ്ടിയും പരിപ്പും ഇളകി. അയ്യോ ചേട്ടാ, ചോറ് എടുത്തില്ലായിരുന്നോ? ചേട്ടന് ഇഷ്ടപ്പെട്ട ചെമ്മീൻ അച്ചാർ മാമ്പഴം പുളിശ്ശേരിയൊക്കെ ഉണ്ട്. ഇന്ന് അരുണ് UK വരെയല്ലേ, ഞങ്ങൾ പുറത്തുപോയി കഴിച്ചോളൂ. ഇതെനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്ന? ഞാൻ വെളുപ്പാങ്കാലത്ത് എണീറ്റിരുന്ന് ഉണ്ടാക്കിയതാ. ഞാൻ നിന്നോടെല്ലാം പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യാം. അതെ, കറണ്ട് ബില്ല് പേ ചെയ്തിട്ടുണ്ട്. 1200 ഷെയർ ഇട്ടേക്കണേ. ഷെയറാ? ആ, എന്തേ? തരാം. എടോ, എനിക്ക് ഒട്ടും വയ്യ. തൻ്റെ ഒരു മെഡിസിൻ വല്ല ഇരിപ്പുണ്ടോ? അതീ കപ്പോളെങ്ങാനും കാണും, പോയി എടുത്തോ. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോരാന്ന് ആലോചിക്കുക. ആ, പൊക്കോ. ഞാൻ വേണൊരു ഊബർ ബുക്ക് ചെയ്ത് തരാം. ഊബറാ? ഞാൻ ഒറ്റയ്ക്ക് പോവാണ്, താൻ വരണില്ലേ? എവിടെ വേണം, തനിക്കല്ലേ വയ്യാത്തത്. ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ താനൊരു ഇൻഡിവിജ്വലാണ്. അപ്പൊ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് താനാണ്. അതിന് മറ്റൊരാളുടെ ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ? ആ, അതാണ്. പനി കുറവുണ്ടാ? ഉണ്ട് മോളെ. വെള്ളം മാറി കുളിച്ച വയ്യാതാവും അറിയാലോ, പിന്നെ എന്തിനാ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത്? ഓ, അവള് വലിയൊരു ഡോക്ടർ. ഹലോ അമ്മ. ആ മോളെ, സുനിൽമോൻ എങ്ങനെയുണ്ട്? ഇന്നലത്തെ കാലം കുറവുണ്ടമ്മ. 2 ദിവസം കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. അയ്യോ മോളെ, അപ്പൊ നമ്മുടെ വീട്ടിൽ നാളെ നടക്കുന്ന ഫാമിലി മീറ്റപ്പിന് നീ എത്തത്തില്ലേ? നിന്റെ കസിൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അയ്യോ അമ്മ, ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ അമ്മ സമാനത്തോടെ വരുന്നത്? അവിടെ സുനിലിന്റെ അമ്മയുണ്ടല്ലോ, അങ്ങനെയാന്ന് നിനക്ക് ഉച്ചയ്ക്ക് വന്നിട്ട് വൈകിട്ട് അങ്ങ് പൊക്കൂടെ? അത് കുഴപ്പമില്ലമ്മ, അടുത്ത തവണ എല്ലാവരും കൂടുമ്പോൾ ഞാൻ വരാം. ശരിയെന്നാ. എന്ത് കാര്യമായിട്ടാണ് എന്നെ നോക്കിയത്? വല്ലാത്തൊരവസ്ഥ തന്നെ എൻ്റെ അമ്മച്ചി. എന്നെ ഈ അവസ്ഥയിലാക്കിയവനെ എൻ്റെ ഈ കൈ കൊണ്ട് തരണേ എൻ്റെ ദൈവമേ. ബൈ. താൻ ആഗ്രഹിച്ച ജീവിതം കിട്ടിയപ്പോ ഹാപ്പി ആയില്ലേ? ഹാപ്പി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഞാൻ ഇവിടെ മൂക്കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. താൻ എന്നോടൊരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാനത് സാധിച്ചു തന്നു. അതിനിപ്പോ എന്താ? തന്നെ ഇത് ഞാൻ ആഗ്രഹിച്ച ജീവിതമൊക്കെ തന്നെ. പക്ഷെ
പ്രധാന പ്രശ്നം ഇതൊന്നും അല്ല. സുനിലേ, ഇത് ആരുടെ അടുത്ത് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണേ? ഒറ്റയ്ക്ക് വായിരിക്കണം കണ്ടുകൂടി. വായ അതെ, ഞാൻ വിചാരിക്കാതെ എന്നെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. സുനിലേ, നിനക്കെന്തോ വലിയ കുഴപ്പമുണ്ട്. ആ പിന്നെ, എനിക്ക് ബോറടിക്കുന്നു. നമുക്ക് ജ്യൂസ് കുടിക്കാൻ വല്ലതും പുറത്തു പോയാലോ? തനി ഈ കാർ എടുക്കാൻ പറ്റുമോ? അല്ല, പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ജ്യൂസ് കുടിക്കാൻ വാ. ബായ്. കണ്ടാ ബായ്, ഇതാണ് എൻ്റെ അവസ്ഥ. എന്നെ ഒരു മൈൻഡ് പോലും ഇല്ല അവൾക്ക്. എൻ്റെ പ്രശ്നങ്ങളൊന്നും തുറന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റണില്ല. ഭായി ഇങ്ങനെ ആയിരുന്നല്ലോ പണ്ട്. സുനിലേ, എന്നാൽ ഫുഡും കൂടെ ഓർഡർ ചെയ്യേ. ഓ, സോറി. ഭായി, ഇത് ആര്യ? അവക്കിപ്പോ എന്നെ ഓർമ്മയില്ലേ? ഇല്ല, നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല. കണ്ടാ ഭായി, അവൻ്റെ കൂടെ എന്ത് സന്തോഷത്തിലാ അവള് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നു. ഭായിയോട് ഇങ്ങനെ അല്ലായിരുന്നോ അവള് പണ്ട്? ഭായിക്കല്ലായിരുന്നോ ഒരു വിലയില്ലാതിരുന്നത്? സുനിലേ, താൻ വേണേ പൊയ്ക്കോ. ഞാൻ എന്തായാലും വരാൻ ലേറ്റ് ആവും. എനിക്കൊരാളെ കാണാനുണ്ട്. ആര്? ഞാൻ ആരെ കാണണമെന്ന് നിന്നെ ബോധിപ്പിക്കണോ എന്നല്ലേ പറയാൻ വന്നേ? ആ, അത് തന്നെ. ഭായി, നമുക്ക് പോവാം. ആര്? നിന്നോടല്ല. ബായ്, അധികം നേരം അവിടെ നിന്ന് കളിക്കണ്ട. ഇപ്പൊ ഒരു ട്രെയിൻ വരും. സത്യം പറയാല്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, രേവതിയുടെ ഭാഗത്ത് എന്താ തെറ്റ്? അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് തുറന്നു പറയുന്നു. ബായ്, ഒരു പെണ്ണൊരാളിനെ കല്യാണം കഴിച്ചെന്ന് വെച്ച് അയാൾക്ക് എപ്പോഴും അവൈലബിൾ ആവണമെന്നോ 3 നേരം ഫുഡ് ഉണ്ടാക്കി തരണമെന്നോ, വയ്യാതായാൽ ഏത് നേരം അടുത്തിരുന്ന് കെയർ ചെയ്യണമെന്നോ, ഭർത്താവിൻ്റെ അമ്മയെ നോക്കിക്കൊള്ളാമെന്നോ എവിടെയെങ്കിലും വല്ല നിയമമുണ്ടോ? നീ തന്നെ പറ. പക്ഷെ ആരും ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. പക്ഷേ അവൾ നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ അംഗീകരിച്ചിട്ടുണ്ടോ? അവളെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. ശരിക്കും നിന്റെ പാർട്ണർ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിലേ അതൊക്കെ ഒരു ബോണസായിട്ട് എടുത്താൽ മതി. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ? അടുത്ത് കിടക്കുന്നത് കാണാഞ്ഞിട്ട് അക്കരപ്പച്ച തേടി പോയതല്ലേ? അനുഭവിച്ചോ? അയ്യോ, അപ്പൊ എനിക്കിനി ഒരിക്കലും എൻ്റെ പഴയ ജീവിതത്തിലോട്ട് പോകാൻ പറ്റൂലേ? നീ ആയിട്ട് തിരഞ്ഞെടുത്തല്ലേ. ഇതിലെനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ബൈ. ബൈ, അപ്പൊ ശരി, ഞാൻ പോട്ടെ. അയ്യോ ബൈ, പോവല്ലേ, എനിക്ക് ഇനിയും കുറെ പറയാനുണ്ട്. എന്നാലേ കേൾക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. ബൈ ബൈ. ബൈ, എനിക്ക് എന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. എന്റെ ഭാര്യ എനിക്ക് കാണണം. എന്റെ കുഞ്ഞിന് എന്റെ അമ്മ എനിക്ക് തിരിച്ചു വേണം. എനിക്ക് നടക്കത്തില്ല ബൈ. ബൈ 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 ബൈ, പോലെ പ്ലീസ്. ബൈ 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 ബൈ. ഞാൻ പിന്നീന്ന് വരല്ലേ ബൈ. എനിക്ക് എന്റെ പഴയ ജീവിതം മതി ബൈ.
അമ്മ എടാ ഇന്നലത്തെ ഡ്രസ്സ് ഇതുവരെ മാറ്റിയില്ലേ? തിരുവോണം മാറ്റി പോയി കുളിച്ചിട്ട് വാടാ. മോളെ ആരി ഇവിടെ? അവൻ അടുക്കളയില്. ആഹാ എണീറ്റായിരുന്നാ? ഹാപ്പി ഓണം. എന്തുപറ്റി? സോറി ഡി. സോറിയാ? എന്തിന്? ഇന്നലെ ലേറ്റ് ആയിട്ട് വന്നാനാണോ? അതൊന്നും സാരമില്ല. നീ ഓക്കെ അല്ലേ? എനിക്കെന്താ കുഴപ്പം? ഇതും കൂടെ കഴിഞ്ഞ് പായസം കൂടെ വെച്ച് കഴിഞ്ഞാൽ സദ്യ റെഡി. ബൈ. മാറ്റട്ടെ. ഹാപ്പി ഓണം. പായസമൊക്കെ ഉണ്ടാക്കാവുന്നതാ. ഒന്ന് പോയേ. അമ്മയെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കും. ഓ പിന്നെ ഇന്നും സ്വന്തം ഭാര്യയുടെ വില മനസ്സിലാക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാർ നമുക്ക് കിട്ടും. ഫ്രണ്ട്സുമായിട്ട് വെള്ളം അടിക്കരുത്, സമയത്ത് ഭക്ഷണം കഴിക്കണം, എല്ലാ ദിവസവും ഇങ്ങനെ ലേറ്റ് ആവരുന്നൊക്കെ ഭാര്യ പറഞ്ഞു. അത് ഭർത്താക്കന്മാർക്ക് വലിയ ശല്യമായിട്ട് തോന്നും. ഇമാതിരി ചോദ്യവും ഉപദേശവും ഒന്നും ഇല്ലാതെ അല്പം മനസമാധാനവും ഫ്രീഡവും ഒക്കെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിലോ? നമ്മൾ എന്ത് ചെയ്താലും എപ്പോൾ വന്നാലും ആരും ബോധേഡല്ല, ആർക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിലോ? ആദ്യം ചിലപ്പോൾ ഇതൊക്കെ സൂപ്പറായിട്ട് തോന്നും, പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും ആ ചോദ്യങ്ങളുടെ വില എന്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് ഒരിക്കലും സ്വാതന്ത്ര്യമല്ല, അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഏകാന്തത. ഭാര്യമാര് നമ്മളോട് ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ വയ്ക്കുന്നത് അവർക്ക് നമ്മളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടും അവരുടെ ലോകം നമ്മളായതുകൊണ്ടുമാണ്. പക്ഷെ മനുഷ്യന് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായിട്ട് തോന്നും. അതിന് കാരണം വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ തന്നെ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇനിയെങ്കിലും ഭാര്യമാര് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതെ അവരുടെ ആ സ്നേഹത്തെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. SK ടോക്സ് 300 എപ്പിസോഡുകൾ കഴിഞ്ഞ് നിൽക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ ഇത്രയും കാലം അകമൊഴിഞ്ഞ് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയും നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന